ഇന്നിപ്പോൾ നമുക്ക് ലക്ഷങ്ങളുടെ കഥ പറഞ്ഞാലോ? എന്താന്നോ ചോദിക്കേ? എന്താന്ന് ചോദിക്കേ? എന്താ നീ ചോദിക്കേ, ഒന്നോട് ചോദിക്കേ, ഉറക്കെ ചോദിക്കേ. എന്താ ഇന്ന് ഞാനിവിടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലക്ഷങ്ങളായി, ലക്ഷങ്ങൾ. അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നാട്ടിലൊരു കാറ് വാങ്ങാമായിരുന്നു. ഇവിടെ ജർമ്മനിയിൽ നമുക്ക് മാനുവൽ ആണെങ്കിൽ മാനുവലായിട്ടും ലൈസൻസ് എടുക്കാം, ഓട്ടോമാറ്റിക് വണ്ടികൾ ഓടിക്കാനായിട്ട് അതിൻ്റെ സെപ്പറേറ്റ് ആണെങ്കിലും ലൈസൻസ് എടുക്കാം, രണ്ടും കൂടി ഒരുമിച്ചും എടുക്കാം, ഓട്ടോമാറ്റിക്കും മാനുവലും. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കും മാനുവലും കൂടിയിട്ട് ഒറ്റ ലൈസൻസായിട്ട് എടുത്തത്. B197 എന്നാണ് അതിന് പറയുന്നത്, ഇവിടെ പറയുന്നത്. ജർമ്മനിയിൽ ലൈസൻസ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെ ജർമ്മനിയിൽ ഒരു ലൈസൻസ് എടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫാർഷുകളെ കണ്ടുപിടിക്കണം. നമുക്കവിടെ ഇംഗ്ലീഷ് ട്യൂട്ടറുള്ള ഫാർഷുകളയാണെങ്കിൽ ബെസ്റ്റായിരിക്കും. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് നന്നായിട്ട് അറിയാമായിരിക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് ജർമ്മൻ ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാവുന്ന ട്യൂട്ടറും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് ലേണേഴ്സ് എക്സാമും എഴുതാൻ സാധിക്കുന്നു. ലേണേഴ്സ് പല ഭാഷകളിലും എഴുതാൻ സാധിക്കും. പക്ഷേ എങ്കിൽ നമുക്കിവിടെ സംസാരിക്കണമെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾക്ക് ട്യൂട്ടർ ഉണ്ടാവണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ട്യൂട്ടർ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫാർഷുകളെ വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് തന്നെ. നല്ലൊരു ഫാർഷുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐ ടെസ്റ്റ്, ഇയർ ടെസ്റ്റ്, ഫസ്റ്റ് എയ്ഡ് കോഴ്സ്, തിയറി ക്ലാസ്സുകൾ. ഒരു 4 തിയറി ക്ലാസ്സുകൾ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഫീസ് അടയ്ക്കണം. ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ആപ്ലിക്കേഷൻ തരും. ആ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അത് പഠിക്കുക. പിന്നെ അങ്ങോട്ട് പഠനം. ഒരു 1250 1300ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്നൊരു 30 ക്വസ്റ്റ്യൻസാണ് എക്സാമിന് വരത്തുള്ളൂ. പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷനെല്ലാം ശരിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് അവരോട് ഫാർഷുകളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയറി എക്സാമിനുള്ള ഡേറ്റുകൾ എടുത്തു തരും. അത് നമ്മൾ നന്നായിട്ട് എഴുതി പാസ്സാവുന്നത് വരെ എഴുതേണ്ടി വരും. പിന്നെ പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ആരംഭിക്കും. ഓരോ പ്രാക്ടിക്കൽ ക്ലാസ്സിനും പല ഫാർഷുകളിലും പല തരത്തിലായിരിക്കും ഫീസ് വരുന്നത്. എനിക്ക് 90 മിനിറ്റിന് വന്നിട്ട് 140 യൂറോ ആയിരുന്നു നോർമൽ റോഡുകളിൽ ഓടിക്കാനായിട്ട്. അതുപോലെ ഓട്ടോബാനിൽ വണ്ടി ഓടിക്കാനായിട്ട് 170 യൂറോ ആയിരുന്നു ഫീസായിട്ട് വന്നിരുന്നത്. അത് മസ്റ്റായിട്ടും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഓട്ടോമാറ്റിക് വാഹനത്തിലായിരിക്കും, കാറുകളിലായിരിക്കും നമുക്ക് എക്സാം വരുന്നത്. പക്ഷേങ്കിൽ മാനുവൽ കാറിൻ്റെ 10 ക്ലാസ് നമ്മൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ രണ്ടും കൂടെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് പൈസ കൂടുതൽ വരുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് പ്രാക്ടിക്കൽ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ് എടുക്കുക, പ്രാക്ടിക്കൽ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഒട്ടും തന്നെ മിസ്റ്റേക്കുകൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ട്യൂട്ടർ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അത് ചെറിയ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പോലും നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഫെയിൽ ആവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ 250 യൂറോയാണ് ഒരു പ്രാക്ടിക്കൽ എക്സാമിന് വരുന്നത്. അത് ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും ആ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇച്ചിരി 2 ക്ലാസ് കൂടുതൽ അറ്റൻഡ് ചെയ്താലും നമ്മൾ ഫെയിൽ ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. പ്രാക്ടിക്കൽ എക്സാമിന് നമ്മുടെ കൂടെ തന്നെ ഡ്രൈവറായിട്ട് നമ്മുടെ ട്യൂട്ടർ ഉണ്ടാകും. നമ്മുടെ പുറകിലത്തെ സീറ്റിലാണ് പ്രൂഫർ ഇരിക്കുന്നത്, എക്സാമിനർ ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു ഒരു തെറ്റ് സംഭവിച്ചാൽ തന്നെ നമ്മുടെ ഡ്രൈവർ ട്യൂട്ടർ ബ്രേക്ക് അപ്ലൈ ചെയ്യും, നമ്മളപ്പോൾ ഫെയിലാകും. അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് പ്രൂഫറാണെങ്കിലും നമ്മളോട് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ പാസ്സായില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പുള്ളി അപ്പം തന്നെ പറയും പാസ്സായിട്ടില്ല എന്ന്, നെക്സ്റ്റ് ടൈം നോക്കാമെന്ന് പറയും. അത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് വേണം പ്രാക്ടിക്കൽ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണേക്കാൾ മുമ്പ് തന്നെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം ചെയ്ത ആ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് ലൈസൻസ് കിട്ടി, കയ്യിലേക്ക് എടുത്ത് തന്നു ആൾ, നമ്മുടെ പ്രൂഫർ. പക്ഷേങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ അത് പോസ്റ്റ് വഴി അയച്ച് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിൽ എനിക്ക് അന്നേരം തന്നെ എഴുതി തന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ
എനിക്ക് ലൈസൻസ് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ ലൈസൻസ് എടുത്ത എൻ്റെ അനുഭവമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കാം. ഓരോ ഫാസ്റ്റ് റൂൾ അനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാം. പൈസയുടെ കാര്യത്തിലാണെങ്കിലും ചേഞ്ചസ് ഉണ്ടാവാം. എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. ഉപകാരപ്പെടുകയാണെങ്കിൽ നന്നായി, സന്തോഷം. ഓക്കെ, ചൂസ്.